നമസ്കാരം. ഇന്നലെ അമേരിക്കയിലെ ഏറ്റവും ശ്രദ്ധേയനായ ചെറുപ്പക്കാരൊരാളായ ചാർലി കിർക്ക് വെടിയേറ്റ് മരിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ചർച്ചയായ ഒരു വിഷയമാണ് ആരായിരുന്നു ചാർലി കിർക്കെന്ന്. ഒരു പക്ഷേ നാളെ ഒരു കാലത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് പോലും ആകാൻ സാധ്യതയുള്ള ഒരാളാണ് എന്നാണ് കിർക്കിനെക്കുറിച്ച് പൊതുവെ പലരും വിലയിരുത്തിയിട്ടുള്ളത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സാമൂഹ്യ സേവന രംഗത്തേക്ക് എടുത്തു ചാടിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതിസമ്പന്നമായ ഒരു കുടുംബത്തിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ മകനായിട്ടാണ് കിർക്ക് ജനിച്ചത്. അയാളുടെ 18 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം സ്വന്തമായി ഒരു പ്രസ്ഥാനം തന്നെ ആരംഭിക്കുകയായിരുന്നു. കിർക്ക് സഹസ്ഥാപകനായി തുടങ്ങിയ പ്രസ്ഥാനമാണ് ടേണിംഗ് പോയിൻ്റ് USA. അതായത് ഒരു അമേരിക്കയുടെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും ഈ സംഘടന എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് 18ാമത്തെ വയസ്സിൽ അദ്ദേഹവും അടുത്ത സുഹൃത്തുക്കളും ചേർന്ന് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. എന്നും യാഥാസ്ഥിതിക വിഭാഗത്തോട് ഒത്തുചേർന്ന് പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയുടെ ഒരാളും കൂടിയായിരുന്നു കിർക്ക്. 2 തവണ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി മത്സരിക്കുമ്പോഴും കിർക്കും അദ്ദേഹത്തിൻ്റെ ഈ ടേണിംഗ് പോയിൻ്റ് USA എന്ന സംഘടനയും ശക്തമായ തോതിലാണ് ട്രംപിനൊപ്പം നിലയുറപ്പിച്ചിരുന്നത്. അമേരിക്കൻ പ്രസിഡൻറ്റുമായി ഏറ്റവും അടുത്ത വ്യക്തിബന്ധം പുലർത്തിയിരുന്ന മാധ്യമപ്രവർത്തകനും പ്രഭാഷകനും സംഘാടകനും എല്ലാമായിരുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ബഹുമുഖ പ്രതിഭ തന്നെയായിരുന്നു കിർക്ക് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഡൊണാൾഡ് ട്രംപ് 2ാം തവണ സത്യപ്രതിജ്ഞ ചെയ്താണെങ്കിലും കിർക്ക് വളരെ സജീവമായി തന്നെ പങ്കെടുത്തിരുന്നു. 2 തവണ ട്രംപ് പ്രസിഡൻ്റായിരുന്ന സമയത്ത് വൈറ്റ് ഹൗസിലെ സ്ഥിരം സന്ദർശകനായിരുന്നു അദ്ദേഹം. മാസങ്ങൾക്ക് മുമ്പാണ് കിർക്ക് ഡൊണാൾഡ് ട്രംപിൻ്റെ മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറുമൊത്ത് ഗ്രീൻലാൻഡ് സന്ദർശിക്കാനൊക്കെ പോയത്. പിന്നീട് ഗ്രീൻലാൻഡ് സ്വന്തമാക്കുമെന്നുള്ള ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ അവരുടെ കൂടി സ്വാധീനത്തിലാണ് അന്നൊക്കെ ആരോപണം ഉയരുകയും ചെയ്തിരുന്നു. ഇദ്ദേഹം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന റേഡിയോ പോഡ്കാസ്റ്റിന് ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഇത്. വളരെ സമർത്ഥമായ രീതിയിൽ കരുക്കൾ നീക്കാനും ട്രംപിനെ വിജയത്തിലേക്ക് എത്തിക്കാനും ഒക്കെ തന്നെ കിർക്ക് തൻ്റെ എല്ലാ തന്ത്രങ്ങളും പ്രയോഗിച്ചിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹത്തിന് എല്ലാ വിഷയങ്ങളിലും തൻ്റേതായ നിലപാടുകളുണ്ടായിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അമേരിക്കയിൽ ലൈസൻസ് ഇല്ലാതെ ഒരുപാട് ആളുകൾ തോക്കുകൾ ഉപയോഗിക്കുന്നത്. ഇക്കാര്യത്തിലൊരു നിയന്ത്രണം വേണം എന്ന ശക്തമായ നിലപാട് തന്നെയാണ് കിർക്ക് സ്വീകരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പല പ്രഭാഷണ പരിപാടികളിലൊക്കെ തന്നെ ഇക്കാര്യം ഊന്നി പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതും ഒരുപക്ഷെ ഇന്നലെ നടന്ന ആക്രമണത്തിനൊരു കാരണമായോ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. അമേരിക്കയിലെ പ്രമുഖ കോളേജിൽ ഈ സംഘടന നടത്തിയൊരു ചടങ്ങിൽ പ്രസംഗിക്കുന്ന വേളയിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. 31 വയസ്സ് മാത്രമായിരുന്നു കിർക്കിൻ്റെ പ്രായം. ഇത്രയും കുറഞ്ഞ പ്രായത്തിനുള്ളിൽ ഒരുപക്ഷെ അമേരിക്കയിലെ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾ അപൂർവമാണ്. എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് അദ്ദേഹത്തെ നോക്കിക്കണ്ടിരുന്നത്. ഭാവിയിൽ അമേരിക്കയെ നയിക്കാൻ സാധ്യതയുള്ള ആളുകളിൽ ഒരാളായിട്ട് തന്നെയാണ് ഈ 31കാരനെ അമേരിക്കക്കാരും കണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പലപ്പോഴും അദ്ദേഹത്തിന് നേരെ അതിശക്തമായ തോതിലുള്ള വിമർശനം ഉയർത്തിയിരുന്നു. ട്രംപിന് മേൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം അതൊക്കെ തന്നെ ദുസ്വാധീനമായി മാറുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. എങ്കിൽ പോലും ട്രംപിനെ സംബന്ധിച്ച് ഇത് വലിയൊരു നഷ്ടം തന്നെയാണ്. അദ്ദേഹം വളരെ ദുഃഖത്തോടു കൂടി തന്നെയാണ് തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യം പോസ്റ്റ് ചെയ്തത്. വളരെ ദുഃഖത്തോട് താൻ അറിയിക്കുകയാണ്. ഏറ്റവും മിടുക്കനായ മഹാനായ ഇതിഹാസമായ ഒരു ചെറുപ്പക്കാരൻ വിടവാങ്ങിയിരിക്കുന്നു എന്നാണ് ട്രംപ് തന്നെ കിർക്കിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. ഏതായാലും അമേരിക്കയ്ക്ക് മാത്രമല്ല ഒരുപക്ഷെ ലോകത്തിന് തന്നെ ഒരുപാട് സംഭാവനകൾ നൽകാൻ കഴിയുമായിരുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു കിർക്ക് എന്നാണ് നമുക്ക് കരുതേണ്ടത്. മാത്രമല്ല കിർക്കിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ വർഷം ആദ്യം അദ്ദേഹം ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തു എന്നുള്ളതുമാണ്. താൻ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും തൻ്റെ പ്രഭാഷണ ചാതുര്യം അല്ലെങ്കിൽ വാക്ചാതുര്യം കൊണ്ട് ഏവരെയും ആകർഷിക്കാനും കൂടി കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്.